ഒരു കുടുംബജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏത് രൂപത്തിലുള്ള തടസ്സങ്ങളാണെങ്കിലും, അത് ജോലി സംബന്ധമായ തടസ്സങ്ങളായാലും വീടുപണിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായാലും അതുപോലെ തന്നെ മക്കളുടെ കല്യാണ വിഷയങ്ങളിലുള്ള തടസ്സങ്ങളായാലും, ഇങ്ങനെ നിത്യജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏത് രൂപത്തിലുള്ള തടസ്സങ്ങളാണെങ്കിലും, ഏതൊരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെങ്കിലും അതിലെല്ലാം തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതം തടസ്സങ്ങൾ കൊണ്ട് വഴിമുട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന അമല് നമ്മുടെ ജീവിതത്തിൽ 21 ദിവസം നമ്മൾ പതിവാക്കുക. തഹജ്ജുദ് നിസ്കാരത്തിന്റെ സമയത്ത് 2 റക്അത്ത് ഖളാഉൽ ഹാജത്ത് നിസ്കരിച്ച് സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 119 തവണ നമ്മൾ ചൊല്ലുക. ശേഷം പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇൻശിറാഹിനെ, അലം നശ്റഹ് ലക സദ്റക്, ഈ സൂറത്തിനെ നമ്മൾ 21 ദിവസം പാരായണം ചെയ്യുക. ഈ 21 ദിവസവും നമ്മൾ ളുഹാ നിസ്കരിക്കുകയും വേണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ട അമല്. സുബ്ഹ് നിസ്കാരത്തിന്റെ തൊട്ടു മുമ്പായി 2 റക്അത്ത് ഖളാഉൽ ഹാജത്തിന്റെ നിസ്കാരം 21 നാൾ നമ്മൾ നിസ്കരിക്കുക. അതിനുശേഷം സുബ്ഹ് നിസ്കാരത്തിന്റെ ആ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് തന്നെ യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഇസ്മിനെ 119 തവണ ചൊല്ലി 21 തവണ അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്ത് അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായി ദുആ ചെയ്യുക. ശേഷം ളുഹാന്റെ സമയം വരുമ്പോൾ ഈ 21 ദിവസവും നമ്മൾ ളുഹാ നിസ്കരിക്കുക. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ ദിവസം തുടങ്ങേണ്ടത് സുബ്ഹ് നമസ്കാരം കൊണ്ടായിരിക്കണം. സുബ്ഹ് നിസ്കരിക്കാത്തവന്റെ ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹുവിന്റെ നിഅമത്തുകൾ നിലനിൽക്കുകയില്ല. ഏതൊരു മനുഷ്യനും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിനെ അവൻ ദായിമാക്കണം. സുബ്ഹ് നിസ്കാരം ദായിമാക്കിയവന്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അവന് അല്ലാഹു നിഅമത്തുകൾ നൽകിക്കൊണ്ടിരിക്കും ഇരുലോകത്തും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഓരോ മനുഷ്യരിലും ഏൽക്കുന്ന കണ്ണേറുകൾ ബാത്തിലായി പോകാനും, അതുപോലെ തന്നെ ആ മനുഷ്യനിൽ കണ്ണേറ് ബാധിക്കാതിരിക്കാനും, അവൻ ഏർപ്പെടുന്ന എല്ലാ ഏർപ്പാടുകളിലും അവന് ഉന്നതി വിജയം കരസ്ഥമാക്കാനും ഇൻഷാ അല്ലാഹ് ഈ ഏലസ് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഒരുപാട് സഹായകരമാകും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിൽ നിന്ന് ഒരുപാട് ആളുകൾ സ്വീകരിച്ചു. കച്ചവട സ്ഥാപനങ്ങളിൽ കച്ചവടം നടക്കാതെ വരുമ്പോൾ കച്ചവടത്തിൽ പുരോഗതി ലഭിക്കാൻ വേണ്ടി, കുടുംബങ്ങളിൽ കണ്ണേറ് കൊണ്ടുണ്ടാകുന്ന വിഷമങ്ങൾ തീരാൻ വേണ്ടി ഈ ഇസ്മിനെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഇസ്മ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ മജ്ലിസിൽ നിന്ന് ലഭിക്കുന്നതാണ്.